മഴതലുള്ളിലും സോവനീറിലുള്ളതാ. അല്ലേ പറയും അതെ ലാ ഇലാഹ എന്ന് മാത്രം പറഞ്ഞാൽ മുശ്രിക്കാവൂലേ? ഇല്ലല്ല വായിക്കണ്ടേ? വെറും ലാ ഇലാഹ വായിക്കല. ലാ ഇലാഹ എന്ന് പറഞ്ഞിട്ടുണ്ട് പറയാം, ഇല്ലല്ല കേൾക്കണ്ടേ? അതുകൊണ്ട് ഇത് തെളിയണം, അല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ് പിൻവലിക്കണം. എല്ലാവരും അവനവന്റെ സ്ഥലത്ത് ഇരിക്കണം, സദസ്സിലിരിക്കണം. സദസ്സിൽ എല്ലാവരും അടങ്ങിയിരിക്കണം. സദസ്സിൽ നിന്ന് ആരും ബഹളം ഉണ്ടാക്കരുത്. ആ പറയുന്ന ആള് മുജാഹിദിന്റെ മധ്യസ്ഥനാണ്. അയാള് പിന്നീട് മുജാഹിദ് മൗലവിമാരോട് ചില കാര്യങ്ങൾ അപേക്ഷിക്കുന്നുണ്ട്. മൗലവിമാർ ഒഴിഞ്ഞു മാറുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളി. എല്ലാവരും അടങ്ങിയിരിക്കണം. എല്ലാരും ഇരുന്നോളൂ, എല്ലാരും ഇരുന്നോ. ഹലോ, സദസ്സ് നിശബ്ദമാവുക. പരിപാടിയുടെ നടത്തിപ്പിന് സഹകരിക്കുക. അത് സക്കരിയ സലാഹി പറയും. ഇതാ ഞാൻ ഇനി വായിക്കാം. ആരാ മൂടി വെച്ചെന്ന് കണ്ടോളി. ഈ പുസ്തകപ്പേഴ നിങ്ങൾ വായിക്കാൻ കൊടുത്തല്ലോ. ആ പുസ്തകത്തിൽ സക്കാഫി എന്താ ഉദ്ധരിച്ചറിയോ? ഒരാൾ വിഗ്രഹത്തിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ പെട്ടെന്ന് മുശ്രിക്കാണെന്ന് പറഞ്ഞു പോകരുത്. കാരണം അയാൾ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിലാകാം അത് ചെയ്തത്. 1971 നവംബർ പുസ്തകം ലക്കം 1, പുസ്തകം 1 ലക്കം 4. ഈ സൽസബീൽ അതില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കുന്ന അപ്പം മധ്യസ്ഥന്മാരെ കൊടുക്കാം. സൽസബീലുള്ള എന്താ നിങ്ങള്? വിഗ്രഹത്തിന് മുമ്പിൽ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ, അത് മാത്രല്ല അദ്ദേഹം ആദ്യം പറഞ്ഞു സിട്ടിക്ക് സുജൂദിൽ ശിർക്കാണെന്നുള്ളതിൽ തർക്കല്ല. എന്നിട്ട് പറയാണ് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ. ഇയാൾ ഉദ്ധരിച്ചതോ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ. ഇതാ ഇപ്പൊ തന്നെ മധ്യസ്ഥന്മാർക്ക് ഞാൻ കൊടുക്കാം. ഇത് ഈ പറഞ്ഞത് സൽസബീൽ കാണിച്ചു തരണം. കണ്ടോ? ചർച്ച അതല്ല ഇവിടുത്തെ, ചർച്ച അതല്ല, അത് മനസ്സിലാക്കണം. ചർച്ച സുജൂദ് ചെയ്യാൻ പറ്റുന്നു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ചർച്ച. മൗലവി ശ്രദ്ധിക്കണം. എല്ലാവരും പറഞ്ഞത് പറഞ്ഞിട്ടില്ല. പച്ചക്കള്ളമാണ് മൗലവി പറഞ്ഞത്, പച്ചക്കള്ളമാണ്. ഞങ്ങളുടെ മുമ്പിൽ നടക്കൂല മൗലവി. വിവരമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ബോധം നിങ്ങൾക്ക് വേണം. സാധാരണ തെരുവ് പ്രസംഗമുണ്ടല്ലോ, അങ്ങാടികളിലെ കളവ് പറയലുണ്ടല്ലോ, നടക്കും. എല്ലാവരും സീറ്റിൽ ഇരിക്കണം, ശാന്തമായി ഇരിക്കണം. ആകെ 4 മിനിറ്റ് കൂടി ഇരുന്നാൽ ഈ ഫസ്റ്റ് സെഷൻ തീരും. നമ്മൾ ഇത് കഴിഞ്ഞാൽ നമ്മള് ഒരു തർക്കിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ വന്നത്. ഒരു തർക്കം കഴിയുമെങ്കിൽ തീരട്ടെ. എല്ലാവരും ഈ കാര്യം ഒത്തുതീർക്കാൻ വേണ്ടിയിട്ട് വ്യക്തമായ പ്രമാണങ്ങളാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ സദസ്സിലുള്ളവർ ഒരിക്കലും നിങ്ങൾ തർക്കിക്കരുത്. തർക്കിക്കാൻ ഇവിടെ ആളുകളുണ്ട്, അവർ തർക്കിക്കുക, നമ്മളത് കേൾക്കുക. അതാണ് എന്നെങ്കിലേ ഈ സദസ്സ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലാതെ മറ്റൊന്നുമല്ല. അതിനാണ് നമ്മൾ 2 വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരും ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ വളരെ സൗമ്യരായിരിക്കണം. അതാണ് നമ്മൾക്ക് ഏറ്റവും നല്ലത്. ഇനി ആകെ 4 മിനിറ്റ് ഉള്ളൂ. ആ 4 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കൂടി ആലോചിച്ച് എന്താണ് വേണ്ടത് ചെയ്യുക. പക്ഷെ നമ്മൾ സെഷൻ തീർക്കലല്ലേ, ഭംഗിയായി തീർക്കലല്ലേ നല്ലത്, അല്ലേ? അങ്ങനല്ല നമ്മള് അതാണ് അതുവരെ എന്താണ് പറഞ്ഞതെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടുന്ന് വായിക്കണം. രണ്ട് ബുക്കിലുള്ളതും കൃത്യമായിട്ട് വായിച്ചിട്ട് കാര്യങ്ങൾ പറയണം. ഇതുമായി ബന്ധപ്പെട്ട ഭാഗം വന്നത് ഒരു 2 മിനിറ്റ് കൊണ്ട് തീരുമല്ല, അതാണ് തീർത്തി. ആയിക്കട്ടെ, ഒന്ന് ഇരിക്കി. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത് വായിക്കട്ടെ. നമ്മൾ ഏതാണെങ്കിലും ഒരു
വായിക്കട്ടെ. എന്റെ സമയമാണ്. നിങ്ങൾ അതെ. ആളുകൾ ശ്രദ്ധിക്കാൻ അവസരം കൊടുക്കണം. സമയം തരും. ഈ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചോളി. എനിക്കത് വായിക്കേണ്ട ആവശ്യമല്ല. നിങ്ങളെ ലേഖനം മുഴുവൻ വായിക്കല എന്റെ പണി. അത് ഞാൻ വായിക്കേണ്ടത് വായിക്കും. അതിന്റെ അപ്പുറവും ഇപ്പുറവും ഇതെന്താണ്? അതിന്റെ അപ്പുറവും ഇപ്പുറവും നിങ്ങൾക്ക് അനുകൂലമുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുക നിങ്ങളെ സമയത്ത്. ഇതാ ഇടമട്ട സംവാദം. നിങ്ങൾ വായിച്ചോളി, ഞാൻ വായിക്കൂല. അയാള് വായിച്ചതിന്റെ അപ്പുറപ്പുറം വായിക്കാനാ പറഞ്ഞത്. അത് അയാളെ മധ്യസ്ഥ 4 പ്രാവശ്യം ആവശ്യപ്പെട്ടു, വായിച്ചില്ല. ഇതാണ് മൗലവി. ഇപ്പൊ എങ്ങനെ തൊലി ഉരിഞ്ഞിനോ ഇല്ലേ?